എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം. കഴിഞ്ഞ 2 ദിവസത്തിനിടെ സ്വർണ്ണ വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവൻ വില ഒറ്റയടിക്ക് 4500 രൂപയോളം ഇടിച്ചിരിക്കുകയാണ്. ഇനിയും വില ഇടിയുമോ എന്നുള്ള ചോദ്യമാണ് ആഭരണ പ്രിയർ ഉയർത്തുന്നത്. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന സൂചന തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള മേരി ജോർജ് നൽകുന്നത്. അവരുടെ വാക്കുകൾ നാം പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും കുറഞ്ഞ പൈസയുമായിട്ട് പോയി കുറഞ്ഞ അളവിൽ സ്വർണം വാങ്ങുന്നവർക്ക് വില കുറയുന്നത് പ്രതീക്ഷയായിരിക്കുന്നതാണ്. എന്നാൽ വലിയ തോതിൽ സ്വർണത്തിൽ നിക്ഷേപിച്ച് ലാഭം കൊയ്യുന്നവർ ധാരാളമുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് സ്വർണ്ണവില ഇനിയും മുകളിലോട്ട് പോകണമെന്നാണ്. ഈ ഒറ്റ വർഷം കൊണ്ട് തന്നെ 83% വർധനവാണ് സ്വർണത്തിൻ്റെ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഈ കഴിഞ്ഞ 3-4 മാസം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണവില വർദ്ധിച്ചതെന്ന് മനസ്സിലാക്കാം. ഈ ഒക്ടോബറിൽ മാത്രം ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിൻ്റെ ഇറക്കുമതിയിൽ 200% വർധനവുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തുവരുന്നത്. ഇന്ത്യയിലേക്ക് എന്തുമാത്രം സ്വർണം വരുന്നുണ്ടെന്ന് ഉപഭോക്താക്കളായിട്ട് വാങ്ങുന്നവരുണ്ട്, അതല്ലാതെ മറ്റൊരു ബിസിനസ്സായിട്ട് തന്നെ വാങ്ങുന്നവരുണ്ട്. ആഗോളതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ന്യൂ ഇയർ ആണ്. ഇവ രണ്ടും ഒരേപോലെ ആഗോളതലത്തിൽ ആഘോഷിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ബിസിനസ്സുകാരെക്കാൾ കൂടുതലായിട്ട് ഉപഭോക്താക്കൾ ആഗോളതലത്തിൽ സ്വർണം, വജ്ര ആഭരണങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് വാങ്ങുന്നതാണ്. അതാണ് ഡിസംബറിൻ്റെ 2ാം വാരം മുതൽ സ്വർണത്തിലെ വില വച്ചടി കയറുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.